വിമർശിക്കാൻ മാത്രമേ നേരം ഉണ്ടാവുള്ളൂ. So we are going to Chikmagalur. അങ്ങനെ അപ്പ് പറഞ്ഞോളാം ഞങ്ങൾ ചിക്മംഗ്ലൂർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സമയം 8:30 കഴിഞ്ഞു. പോകുന്ന വഴി നല്ല മഴ ആയതുകൊണ്ട് തന്നെ നമ്മൾ സ്വർഗ റിട്രീറ്റിലെത്തിയപ്പോഴത്തേക്കും 10-12 മണി കഴിഞ്ഞു. അപ്പോൾ ഇതാണ് സ്വർഗ റിട്രീറ്റ്, നമ്മളിന്ന് സ്റ്റേ ചെയ്യുന്ന റിസോർട്ടാണ്. സോ എത്തിക്കഴിഞ്ഞിട്ട് നല്ല മഴയുണ്ടായിരുന്നു, ഇപ്പോൾ ചെറുതായിട്ട് ചാടുന്നേ ഉള്ളൂ. സോ വന്ന വഴിയൊക്കെ കുറച്ച് ഭയാനകമാണ്. അങ്ങനെ ഇരുട്ടത്തോട് തപ്പിപ്പിടിച്ചൊക്കെ നമ്മൾ റിസോർട്ട് കണ്ടുപിടിച്ചു. സോ അങ്ങനെ രാവിലെ ആയപ്പോഴത്തേക്കും നല്ല കോട ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ കാണാൻ വന്നു. സോ വന്നപ്പോൾ എല്ലാവരും കാപ്പിയൊക്കെ കുടിച്ചുകൊണ്ടിരുന്ന് കാണുമായിരുന്നു. അത്ര വലിയ കോടയൊന്നും ഇല്ലെങ്കിലും കണ്ടു നിൽക്കായിരുന്നു. സോ ഇതാണ് നമ്മുടെ സ്വർഗ റിട്രീറ്റിലെ മെയിൻ ഒരു വ്യൂ പോയിൻറ്റ്. സോ ഇത് അതിൻ്റെ സറൗണ്ടിങ്സ് ഒക്കെയാണ്. സോ ഇവിടെ അവർ ഒരു കുറച്ച് കളിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥലം ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനും ഒപ്പം ഒരു റീലെടുക്കാൻ വേണ്ടി ഭയങ്കര പ്രാക്ടീസിലാണ്. സോ പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓർത്തുന്ന ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നത്. സോ ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നമ്മുടെ റൂമിൽ നിന്ന് ആ ബ്രേക്ക്ഫാസ്റ്റ് പോയിന്റിലോട്ട് പോകുന്ന വഴി ഫുൾ ഇങ്ങനെ കാപ്പിയാണ്. സോ അതിൻ്റെ ഇടയിൽ കൂടെ വേണം പോകാൻ. അത് ആക്ച്വലി ഭയങ്കര നൈസായിരുന്നു. സോ നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എത്തിയിട്ടുണ്ട്. സോ അപ്പോൾ വന്നത് തലേ ദിവസം രാത്രി ആയതുകൊണ്ട് സ്ഥലമൊന്നും ശരിക്കും കണ്ടില്ലായിരുന്നു. സോ പയ്യെ എല്ലാം നടന്ന് ആസ്വദിച്ച് കണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഓർത്തു. സോ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയായിരുന്നു. പുലാവ്, ഇഡ്ഡലി, വട, സാമ്പാർ, ബോയിൽഡ് എഗ്സ് എല്ലാം ഉണ്ടായിരുന്നു. സോ ഫുഡ് ഭയങ്കര അടിപൊളിയായിട്ട് നമ്മൾ പുറത്തിരുന്ന് തന്നെ ആസ്വദിച്ച് പയ്യെ കഴിച്ച് തീർത്തു. സോ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പം കളിക്കാനറിയില്ലെങ്കിലും ചുമ്മാ കോലൊക്കെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കുറച്ച് സമയം അവിടെയും കളഞ്ഞു നമ്മൾ. പിന്നെ നമ്മൾ പൂളൊക്കെ കണ്ട് ഇങ്ങനെ ആസ്വദിച്ച് നടക്കുമായിരുന്നു. സോ എപ്പോൾ ചാടണം എന്നുള്ള ഒരു കൺഫ്യൂഷനായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഉച്ച കഴിഞ്ഞ് എന്നായാലും പുറത്തോട്ട് പോകാം. അപ്പോൾ ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് ഉച്ചയ്ക്കത്തെ ലഞ്ചിന് മുമ്പ് പൂളി ചാടാമെന്നൊക്കെ ഓർത്തിരിക്കുക. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ എന്നാൽ നമുക്ക് റൂമിൽ പോയി കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം, എന്നിട്ട് വരാമെന്ന് ഓർത്തു. സോ അങ്ങനെ പോകുന്ന 2 വഴി നിറച്ചു ഇങ്ങനെ കാപ്പിയാണ്. സോ കാപ്പിയൊക്കെ ആസ്വദിച്ച് നമ്മൾ റൂമിലോട്ട് പോയി. സോ ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ നൈസായിട്ട് പൂളിച്ചാടാൻ വന്നു. അങ്ങനെ ചാടലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് ലഞ്ച് റെഡിയായി. അപ്പോൾ അങ്ങനെ നമ്മൾ ലഞ്ചൊക്കെ കഴിച്ചു. അടിപൊളിയായിരുന്നു. ബിരിയാണി, ചിക്കൻ ഫ്രൈയും അങ്ങനെ എല്ലാം തന്നെ ഉണ്ടായിരുന്നു. സോ അവിടുത്തെ ഫുഡ് ഭയങ്കര അടിപൊളിയാണ്. അപ്പം അങ്ങനെ ഫുഡൊക്കെ നമ്മൾ ആസ്വദിച്ച് കഴിച്ചു. അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടാണ് നമ്മൾ പുറത്ത് പോകുന്നത്. അങ്ങനെ നമ്മൾ പോവുകയാണ്. അപ്പോൾ ഇത് ഇന്നലെ രാത്രി വന്ന റോഡാണ് ഇതൊക്കെ. അപ്പോൾ ഇന്നലെ രാത്രി ഭയങ്കര ഇരുട്ടത്തൂടെ വന്നതുകൊണ്ട് റോഡിൻ്റെ ഭയാനകത നമ്മൾക്ക് മനസ്സിലായില്ല. സോ ഇപ്പോഴാണ് നമ്മളിത് കാണുന്നത്. അപ്പോൾ ഈ വഴി കൂടെയാണോ നമ്മൾ വന്നതെന്നൊക്കെ അറിഞ്ഞ് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. സോ ഇപ്പോൾ നമ്മൾ ജീപ്പിലാണ്. നമ്മൾ റിസോർട്ടിൽ നിന്ന് തന്നെ അവർ അറേഞ്ച് ചെയ്ത് തന്നാണ് ഈ ജീപ്പും ഈ ഡ്രൈവറിനെയും. പുള്ളി ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ പുള്ളി ഇങ്ങനെ ഓരോ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ കണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ ഫസ്റ്റ് പോകുന്നത് ബാബ ബുഡൻഗിരിയിലാണ്. സോ അതിന് മുമ്പായിട്ട് ഇറങ്ങിയൊരു സ്പോട്ടാണിത്. ഇതിങ്ങനെ ഒരു ലേക്കാണ്. പക്ഷെ നമ്മൾ ലേക്കിൻ്റെ അങ്ങോട്ട് പോയില്ല. ഇതുപോലെ തന്നെ ഇങ്ങനെ മലനിരകൾ ഇങ്ങനെ നിരന്ന് കിടക്കണം. അപ്പം കുറേ പോയി കഴിയുമ്പോൾ ഒരു ലേക്ക് ഉണ്ട്. പക്ഷെ നമ്മൾ അത്രയും പോയില്ല. ജസ്റ്റ് ഇങ്ങനെ പകുതി വഴിയിൽ വന്ന് ഈ വ്യൂ ഒക്കെ ആസ്വദിച്ചിട്ട് നമ്മളങ്ങ് തിരിച്ചു പോയി. അങ്ങനെ അടുത്ത സ്പോട്ടാണ് ഒരു അമ്പലമാണ്. ആക്ച്വലി ഇത് ആ കാണുന്നതാണ് അമ്പലം. സോ നമ്മളിവിടെ നിന്ന് അത് കാണാനാണ് പറ്റുന്നുള്ളൂ. അപ്പോൾ നമ്മൾ അതും 2ാമത്തെ സ്പോട്ടിൽ വന്നു. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ബാബ ബുഡൻഗിരി പോയായിരുന്നു. അവിടെ ക്യാമറ അലൗഡ് അല്ലാത്തതുകൊണ്ട് പോയി. അതൊരു അണ്ടർഗ്രൗണ്ട് ടെമ്പിളാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വരുവാണ്. അപ്പോൾ പുള്ളി നമ്മളെ പാട്ടൊക്കെ ഇട്ട് ഇങ്ങനെ ഭയങ്കര ഇൻവോൾവ് ആക്കിയാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ തിരിച്ചു വന്നു. അങ്ങനെ വൈകുന്നേരത്തെ കാപ്പി കുടിയും കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞാൽ നമുക്ക് സൺസെറ്റ് കാണാൻ പോകുന്നത്. അപ്പോൾ സൺസെറ്റ് കാണാൻ വേണ്ടി ഞങ്ങൾ പോകാൻ തുടങ്ങുകയാണ്. സോ ഇപ്പോൾ റിസോർട്ടിൻ്റെ തന്നെ പുറകിലായിട്ടാണ് സൺസെറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ വലിയ സൺസെറ്റൊന്നുമില്ല. അതെല്ലാം കണ്ടു. അങ്ങനെ ഒരു ദിവസം ഫുൾ നമ്മൾ സ്വർഗ റിട്രീറ്റിൽ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. അങ്ങനെ ഒരു 6-6:30 ആയപ്പോഴത്തേക്കും നമ്മൾ ഹസനിലേക്ക് യാത്ര തിരിച്ചു. അങ്ങനെ നമ്മുടെ ചിക്മംഗ്ലൂർ യാത്ര ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. സോ ബൈ.